ദാനിയേലിനെ കുറിച്ചുള്ള ഒരു പഠനം, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു പഠനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്രായത്തിൽ തൻ്റെ വീട്ടിൽ നിന്നും തൻ്റെ നാട്ടിൽ നിന്നും ബലമായി മറ്റൊരു നാട്ടിലേക്ക്, മറ്റൊരു സംസ്കാരത്തിലേക്ക്, മറ്റൊരു സാമ്രാജ്യത്തിലേക്ക് മാറ്റപ്പെട്ട മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് തരുന്ന വെല്ലുവിളി. അദ്ദേഹം പറഞ്ഞു, രാജഭോജനം കഴിക്കുന്ന അവിടുത്തെ ആളുകളെയും ശോകപദാർത്ഥം കഴിക്കുന്ന ഞങ്ങളെയും തമ്മിൽ നോക്ക് എന്നാണ് ബെൽഷസ്സറിനോട് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ നോക്ക്. പൊതുവെ മനുഷ്യൻ ഞങ്ങളെ നോക്കരുത്, എന്നെ നോക്കരുത്, വിശ്വാസികളും പറഞ്ഞ് കർത്താവിനെ നോക്ക് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. എന്നാൽ ദാനിയേൽ എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുന്നത് ഞങ്ങളെ നോക്ക് എന്നാണ്. എന്നിട്ട് നിങ്ങൾ തിരിച്ചറിയ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത് ദാനിയേലിനെ കുറിച്ചാണ്. ദാനിയേലിൻ്റെ സ്വഭാവം. ദാനിയേൽ താൻ അവിടെ ചെന്നെങ്കിലും തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് താൻ മാറാതെ, തൻ്റെ ദൈവത്തിൽ നിന്ന് താൻ പിന്തിരിയാതെ വിശ്വാസത്തിന് വേണ്ടി പോരാടി നിന്നു. ആ സാമ്രാജ്യത്തെ കൊണ്ട്, അന്നത്തെ പ്രബലമായ സാമ്രാജ്യത്തെ, രാജാവിനെ കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ലോകത്ത് വിളംബരം ചെയ്ത മനുഷ്യനാണ് ദാനിയേൽ. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ വിചാരിക്കുന്നു, പ്രിയ സഹോദരൻ നമ്മളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നമുക്കും ഞങ്ങളെ നോക്ക് എന്ന് പറയത്തക്ക തരത്തിലേക്ക് ലോക മനുഷ്യരും ദൈവത്തിൻ്റെ ജനവും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങളെ നോക്കി മനസ്സിലാക്കുക എന്ന് പറയാനായിട്ട് നമുക്കിടയാകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. പ്രിയ ബെന്നിസോറിനാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയ ബെന്നിസോറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. 26 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് ഇന്ന് എന്ത് പഠിക്കാനാണ് എന്നായിരിക്കും ഒരുപക്ഷെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത. പ്രത്യേകിച്ച് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അയാൾ ജീവിച്ച കാലഘട്ടവും നമ്മുടെ ജീവിത കാലഘട്ടവും തമ്മിൽ വലിയ അന്തരമുണ്ടാകുമ്പോൾ സമാനതകൾ തീരെ ഇല്ലാതെയാവും. അങ്ങനെയാണ് നാം കാണാറ്. കാലങ്ങൾ കഴിഞ്ഞാൽ സമാനതകൾ കുറഞ്ഞു വരും. അപ്പോൾ ഇത്രയും പഴയൊരു മനുഷ്യൻ, 26 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തമ്മിൽ എന്ത് ബന്ധം, ഞങ്ങളോട് ഈ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ, ചെറുപ്പക്കാരെ ഫോക്കസ് ചെയ്തിട്ട് ദാനിയേലിനെ കുറിച്ച് പറയണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ വളരെ പഴയൊരു കാലം, ഇന്നുമായിട്ടോ ഇന്നത്തെ സംസ്കാരവുമായിട്ടോ ജീവിത രീതികളുമായിട്ടോ ഇന്നത്തെ ആധുനിക ടെക്നോളജിയുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത ഒരു കാലത്ത് ജീവിച്ച മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിൽ നിന്ന് എന്ത് പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും. എന്നാൽ അതിനൊരു പ്രസക്തിയുമില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. നമ്മൾ വളരെ ഉപരിപ്ലവമായിട്ട് മാത്രം കാര്യങ്ങളെ കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ കണക്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ദാനിയേലിനെ പോലെ പഠിക്കാൻ പറ്റിയ ഇത്ര സന്ദർഭോചിതമായ മറ്റൊരു പുസ്തകം വേറെയില്ല, അല്ലെങ്കിൽ ഇത്രമാത്രം കാലിക പ്രസക്തിയുള്ള മറ്റൊരു പുസ്തകം വേറെയില്ല എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ദാനിയേലിൻ്റെ പുസ്തകം നമുക്ക് അറിയാവുന്നതുപോലെ അടിമുടി നാടകീയമായ സംഭവങ്ങൾ നിറഞ്ഞൊരു പുസ്തകമാണ്. വാസ്തവത്തിൽ ഒരു ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിക്കുന്നത് പോലെ വളരെ ഉദ്വേഗം ജനിപ്പിക്കുന്ന, പണ്ടൊക്കെ ഡ്രാക്കുളയുടെ പുസ്തകമൊക്കെ വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ കോട്ടയം പുഷ്പനാഥിൻ്റെ കുറ്റാന്വേഷണ കഥയൊക്കെ വായിക്കുന്ന പോലെ, അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന, സംഭ്രമം ജനിപ്പിക്കുന്ന, ഉദ്വേഗജനകമായ ഒരു കഥ പോലെയാണ് ദാനിയേലിൻ്റെ പുസ്തകമുള്ളത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു സാമ്രാജ്യം തകർന്നില്ലാതെയാകുന്നു. ആ ലോക സാമ്രാജ്യത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു സാമ്രാജ്യം അധികാരമേൽക്കുന്നു. ഒരൊറ്റ രാത്രിയിൽ സംഭവിക്കുകയാണ്. വലിയ നാടകീയമായ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭ്രമം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ പ്രവചനം പറഞ്ഞിട്ടുണ്ട്, ദാനിയേൽ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, ദാനിയേൽ ഉപദേശം പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി സമ്മിശ്രമാണ്. അത് മാത്രമല്ല, ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ക്രമത്തിലല്ല എഴുതിയിരിക്കുന്നത്. ആദ്യം സംഭവിച്ചത് ആദ്യം, രണ്ടാമത് സംഭവിച്ചത് രണ്ടാമത് എന്ന ക്രമത്തിലൊന്നല്ല പലപ്പോഴും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രമം നമ്മൾ പ്രതീക്ഷിക്കരുത്. അത് പ്രവചന പുസ്തകങ്ങളുടെ ഒരു പൊതുരീതിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാം ചേർന്ന ഒരു മിശ്രണ സ്വഭാവം അതിനുണ്ട്. ചരിത്രമുണ്ട്, പ്രവചനമുണ്ട്, ജീവിത അനുഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങൾ എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ദാനിയേൽ ഈ തൻ്റെ കഥ, തൻ്റെ അനുഭവം അങ്ങനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു ലോകം കണ്ട ഏറ്റവും ശക്തനായ നേതാവ്, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനും
ഏറ്റവും ബലവാനുമായിട്ടുള്ള നേതാവ് എന്ന് വിശേഷിപ്പിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ആളാണ് നെബൂഖദ്നേസർ. ആ രാജാവിൻ്റെ, അദ്ദേഹം ബാബിലോൺ എന്ന മഹാസാമ്രാജ്യത്തിൻ്റെ, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ലോക സാമ്രാജ്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ സാരഥ്യം അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. നെബൂഖദ്നേസർ 3 തവണ യഹൂദയെ ആക്രമിച്ചിട്ടുണ്ട്. BC 605, 597, 587 തുടങ്ങിയ 3 വർഷങ്ങളിൽ അദ്ദേഹം ആക്രമിച്ചു. അതോടുകൂടി യഹൂദയുടെ കഥ കഴിഞ്ഞു. നിരവധി പേർ പ്രവാസികളായി, ആയിരക്കണക്കിന് പേർ പ്രവാസികളായി പോയി. ഒരുപാട് പേരെ കൊന്നൊടുക്കി. അവരുടെ ഏറ്റവും അഭിമാനം ആയിട്ട് അവർ കരുതിക്കൊണ്ടിരുന്ന ദൈവം ഞങ്ങളെ സംരക്ഷിക്കും, ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ എന്ന് അവർ അഭിമാനത്തോടെ അങ്ങനെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞിരുന്ന അവരുടെ ദേവാലയം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. യഹൂദൻ എന്ന് പറഞ്ഞാൽ നാണക്കേടിൻ്റെ പര്യായമായി മാറി. അങ്ങനെ ആ നാട്ടിലൂടെ അങ്ങനെ നെബൂഖദ്നേസർ കയറി മേഞ്ഞു എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണ് ആ രാജ്യത്തെ നെബൂഖദ്നേസർ കീഴടക്കിയത്. നെബൂഖദ്നേസർ ആ രാജ്യത്തെ മാത്രമല്ല, ഇങ്ങ് താഴേക്ക് വന്ന് ഈജിപ്ത് വരെ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഫറവോൻ നെക്കോയുമായിട്ട് കാർക്കമീഷിലെ വലിയ യുദ്ധം നടന്നു. അതോടുകൂടി ഫറവോൻ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി. അങ്ങനെ വലിയ തേരോട്ടങ്ങൾ നടത്തി ലോകത്തെ പിടിച്ചടക്കിയ ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ 4 യഹൂദ അടിമകളായ യുവാക്കളുടെ കഥയാണ് ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അവരെ ചുറ്റിപ്പറ്റിയാണ് ഈ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത്. അവരുടെ പ്രമുഖനാണ് ദാനിയേൽ. നമുക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സംസ്കാരവുമായിട്ട് അതിനെന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സംസ്കാരവുമായിട്ട് അത് വളരെ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയട്ടെ. കാരണം നമുക്ക് ഈ ബാബിലോൺ എന്ന പട്ടണത്തെക്കുറിച്ച് ചിലത് പറയേണ്ടതുണ്ട്. ഇവർ പോകുന്നത് യഹൂദിയിൽ നിന്നാണ്. ഇവരുടെ ഏറ്റവും വലിയ പട്ടണം എന്ന് പറയുന്നത് യെരുശലേമാണ്. എന്നാൽ യെരുശലേമിനെയും ബാബിലോണിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് ഒരുപക്ഷെ കോടഞ്ചേരിയെയും ന്യൂയോർക്കിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തും പോലെ തോന്നിയേക്കാം. കാരണം അത്ര മഹത്തായ ഒരു സാമ്രാജ്യമാണ്, അത്ര മഹത്തായ ഒരു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് ബാബിലോൺ. ബാബിലോണിൻ്റെ അവശിഷ്ടങ്ങൾ, നശിച്ചുപോയ ബാബിലോണിയ രാജധാനിയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് ബാഗ്ദാദിനടുത്താണ്, ഇറാഖിലെ ബാഗ്ദാദിനടുത്താണ് ആ സ്ഥലം. അവിടെ ഇപ്പോഴും സന്ദർശകർക്ക് പോയി കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ വിസ്തൃതി കണക്കാക്കുന്നത് ഇന്നത്തെ ഒരു ന്യൂയോർക്ക് സിറ്റിയുടെ വലുപ്പം ഏകദേശം അതിനുണ്ടെന്നാണ്. അത്രയും വലുപ്പമുള്ള ന്യൂയോർക്ക് സിറ്റി, ഇന്ത്യയിലെ ഒരു സിറ്റി പോലും ഇന്നത്തെ കാലത്ത് അത്രയും വലുതല്ല. ആലോചിക്കുക, അത്രയും വലിയ, അത്രയും ബൃഹത്തായ വിസ്തൃതമായ സിറ്റിയായിരുന്നു ബാബിലോൺ. ബാബിലോണിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞാൽ, ബാബിലോണിൻ്റെ രൂപകൽപ്പനയെക്കുറിച്ച് പറഞ്ഞാൽ ഏതൊരു ആധുനിക നഗരവും ലജ്ജിച്ച് പോകത്തക്ക നിലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ നഗരങ്ങളില്ല, രൂപകൽപ്പന ചെയ്ത നഗരങ്ങളില്ലല്ലോ, അത്ര കൃത്യമായ രൂപകൽപ്പന ചെയ്ത നഗരമായിരുന്നു ബാബിലോൺ. ബാബിലോണിൻ്റെ രാജധാനി, അവരുടെ രാജധാനി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഒത്ത നടുവിൽ സുഗുറാറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു നിർമ്മിതിയുണ്ട്. അതങ്ങനെ 100 കണക്കിന് മീറ്റർ ഉയരത്തിലേക്ക് പോകുന്ന ഒരു വലിയ നിർമ്മിതിയാണ്. ആ നിർമ്മിതി വളരെ രസകരമാണ്. അതിന് പല പല പടികളുണ്ട്. ഈ പടികളിലൂടെ കോവണികളാണ്, വലിയ കോവണികളാണ്. അതിൽ കയറി പോകാം. അതിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് താമസിക്കാം. കൊട്ടാരങ്ങളുണ്ട്, ഓഫീസുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഓരോ മട്ടുപ്പാവുകളിലും അവരങ്ങനെ മരങ്ങളും പൂന്തോട്ടങ്ങളും വളർത്തിയിരുന്നു. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ ഇതൊരു മലയാണോ ഇതൊരു കെട്ടിടമാണോ എന്ന് സംശയിക്കാത്ത രീതിയിൽ അത്ര സുന്ദരമായൊരു നിർമ്മിതിയായിരുന്നു സിഗുറാറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിർമ്മിതി ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ബാബിലോൺ പൊതുവെ ഒരു സമഭൂമിയാണ്, നിരന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ നെബൂഖദ്നേസറിൻ്റെ ഭാര്യയ്ക്ക് നിരന്ന് കിടക്കുന്ന ഭൂമി ഒട്ടും ഇഷ്ടമല്ല. ഇതിനെന്തെങ്കിലും വ്യത്യാസം വേണ്ടതെന്ന് ചോദിച്ചു. ഇതിന് മനോഹരമായിട്ടുള്ള നിർമ്മിതികൾ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അങ്ങനെയാണത്രേ ഇത്ര സുന്ദരമായിട്ടുള്ള സിഗുറാറ്റ് അവിടെ നിർമ്മിച്ചത്. ഒന്നല്ല, പല സിഗുറാറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അങ്ങനെ പിരിഞ്ഞ് കയറിപ്പോകുന്ന കോവണികൾ, ഈ കോവണികൾ ഓരോ ലെവലിലെത്തുമ്പോഴും അവിടെയൊക്കെ അങ്ങനെ പൂന്തോട്ടങ്ങൾ, വലിയ ഫലവൃക്ഷങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ മുകളിലൂടെ വെള്ളച്ചാട്ടങ്ങൾ താഴേക്ക് വീഴുകയാണ്. ഇതിന് ചുറ്റും, ഇതിനിടയിലൂടെയൊക്കെ അങ്ങനെ യൂഫ്രട്ടീസ് നദി അങ്ങനെ തിരിച്ചു വിട്ടിരിക്കുകയാണ്. യൂഫ്രട്ടീസ് നദി പല സ്ഥലങ്ങളിൽ തടയണകൾ കെട്ടി അവർ ഈ പട്ടണത്തിനുള്ളിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനാലുകളുണ്ട്. ഇവർ ഈ പ്രവാസികളൊക്കെ കനാലിൻ്റെ തീരത്ത് പോയി ഇരുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇന്ന കനാലിൻ്റെ തീരത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ കനാലുകളാണ്. സിറ്റിക്കുള്ളിലൂടെ അങ്ങനെ കനാലുകൾ ഒഴുകുകയാണ്. അങ്ങനെ വളരെ വിസ്തൃതവും കൃത്യമായ രൂപകൽപ്പന ചെയ്തതും ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ളതുമായ ഒരു പട്ടണമായിരുന്നു ബാബിലോൺ. ആ പട്ടണത്തിലേക്കാണ് ഈ യഹൂദ പ്രവാസികളായ ഈ അടിമ ബാലന്മാരെ കൊണ്ടുപോകുന്നത് എന്ന് ഓർക്കണം.
എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്നതിനെക്കുറിച്ച്, കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നതിനെക്കുറിച്ച്, കുടിയേറ്റത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. ഇവിടെ നടന്നൊരു ഫോഴ്സ്ഡ് കുടിയേറ്റമാണ്, ഒരു ഫോഴ്സ്ഡ് മൈഗ്രേഷനാണ്. എന്ന് വെച്ചാൽ നിർബന്ധിതരായി തീരുകയാണ് അവരെ പോകാൻ വേണ്ടി. പക്ഷെ അവർ ചെന്നത് ഇത്രമാത്രം വിപുലമായ, ഇത്രമാത്രം സൗകര്യങ്ങളുള്ള, എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു വലിയ പട്ടണത്തിലേക്കാണ്. എന്നിട്ട് അവിടുത്തെ കിങ്സ് കോളേജ്, രാജാവിൻ്റെ കോളേജ്, കിങ്സ് കോളേജ്, ഇപ്പോൾ കേംബ്രിഡ്ജിൽ അങ്ങനെ ഒരു കോളേജ് ഉണ്ട്, കിങ്സ് കോളേജ്. അപ്പോൾ അതേപോലെ ഒരു കിങ്സ് കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജിൽ ഇവരെ കൊണ്ട് ചേർക്കുകയാണ്. വിദ്യാഭ്യാസം സൗജന്യമാണ്, കാരണം രാജാവിൻ്റെ വിദ്യാഭ്യാസമാണ്. 3 വർഷത്തെ കോഴ്സാണ്. ഇന്നത്തെ ഡിഗ്രി കോഴ്സൊക്കെ അവരെ ആരംഭിച്ചത് പണ്ടേ 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ് അവർ ആരംഭിച്ചത്. അത് വെറും ഡിഗ്രി കോഴ്സല്ല, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള ഡിഗ്രി കോഴ്സാണ്. അത് കഴിയുമ്പോൾ ഇവരെ ബാബിലോണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പല പോസ്റ്റുകളിലേക്ക് നിയമിക്കണം. അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് അവർ കൊടുക്കുന്നത്. അത്ര സമഗ്രമായിട്ടുള്ള പദ്ധതിയാണ് അവർ തയ്യാറാക്കിയത്. അവിടേക്കാണ് അവർ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത് ഒരു പുരാതന പ്രാചീന നഗരങ്ങളിൽ നടന്ന ഏതെങ്കിലും കുറേ കിരാതന്മാരായ ആളുകളെ കുറിച്ചുള്ള പഠനമൊന്നുമല്ല. ഇത് വളരെ വർത്തമാനകാല പ്രസക്തിയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന്, ഒരു ഏകമത സങ്കല്പം നിലനിന്ന ഒരു സ്ഥലത്ത് നിന്ന്, ഒരു സ്വരം മാത്രമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ബഹുസ്വര രാജ്യത്തിലേക്ക് പോകുന്ന, വലിയ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു വലിയ സിറ്റിയിലേക്ക് പോകുന്ന, ഒരു വളരെ ഇടുങ്ങിയ സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് നിന്ന് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ള ഒരു വലിയ സിറ്റിയിലേക്ക് പോകുന്ന ആളുകളെ പോലെയാണ് നമുക്കവരെ കാണാനായിട്ട് സാധിക്കുക. അത് മാത്രമല്ല, അവർ പണിത് ഉയർത്തിയ കാര്യങ്ങളും അവർ നേടിയെടുത്ത കാര്യങ്ങളൊക്കെ താരതമ്യം ചെയ്താലും വലിയ നേട്ടങ്ങളാണ്. നമ്മുടെ വാച്ചുകളിലൊക്കെ നമുക്ക് ഡയലുകളുണ്ട്. ഈ ഡയലുകളെല്ലാം 60ൻ്റെ ഡയലുകളാണല്ലേ, 60-ലാണല്ലേ. നമ്മുടെ 1 മിനിറ്റ് 60 സെക്കൻഡാണ്. 60 മിനിറ്റ് കൂടുമ്പോഴാണ് 1 മണിക്കൂറാവുന്നത്. ഇതാരാ കണ്ടുപിടിച്ചെന്നറിയാവോ? ഇതൊക്കെ കണ്ടുപിടിച്ചത് ഇവരാ, ബാബിലോൺകാരാണ്. കാരണം 60നെ ഏത് ഒറ്റ സംഖ്യ കൊണ്ടും ഹരിക്കാമെന്നും 60നെ വിഭജിച്ചെടുക്കാമെന്നും അവർ കണ്ടെത്തി. അങ്ങനെയാണ് അവർ ഈ ഡയലുകൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അവർ അസാമാന്യ കഴിവുള്ള ഗണിതശാസ്ത്രജ്ഞന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ഗണിതശാസ്ത്രത്തിലെ കഴിവ് വളരെ വലുതായിരുന്നു എന്നാണ്. അതുമാത്രമല്ല, അവരുടെ വാന നിരീക്ഷണം, അതിനെക്കുറിച്ച് പറയുന്നത് അവർ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകളാണ്. അവർ ഈ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കിയിട്ട് അവർ അതിനെക്കുറിച്ചുള്ള ദൂരങ്ങൾ അളന്നു. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം ഏകദേശം കൃത്യമായിട്ട് കണ്ടെത്തിയത്രയാണ് അന്നത്തെ കാലത്ത് അവർ കണ്ടെത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ക്യൂനിഫോം ലിഖിതങ്ങളിൽ അതിനെക്കുറിച്ച് സൂചനകളുണ്ട്. അതേപോലെ തന്നെ അവർ കണ്ടുപിടിച്ച മറ്റൊരു മഹത്തായ കാര്യമാണ് സോഡിയാക്ക്. സോഡിയാക്കിനെ കുറിച്ച് കേട്ടില്ലേ? രാശിചക്രങ്ങൾ. നമ്മുടെ 12 സോഡിയാക്കുകളുണ്ടല്ലേ. നമുക്ക് പിന്നെ അത് താല്പര്യമില്ല, നമ്മൾ ആകാശത്തേക്ക് നോക്കാറില്ല. നമുക്ക് ഭൂമിയിലേക്ക് നോക്കാൻ തന്നെ നേരമില്ല, പിന്നെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നത്. ഈ രാത്രി സമയത്ത് ഏകദേശം ഒന്ന് ആകാശത്തിലേക്ക് നോക്കിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. കാരണം ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ. നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആകാശം അവൻ്റെ കൈവേലിയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോക്കാനൊക്കെ കേട്ടോ, ഇടയ്ക്ക് കണ്ണൊക്കെ ഉയർത്ത് നോക്കാം. പിന്നെ നല്ല തെളിഞ്ഞ ഒരു ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോടാനുകൂടി നക്ഷത്രങ്ങൾ, നമുക്കെല്ലാത്തിനും കാണാൻ പറ്റില്ല, ഇഷ്ടംപോലെ നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളെ സമൂഹങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, പ്രത്യേക ഗ്രൂപ്പുകളായിട്ടാണ്. അതിനെയാണ് സോഡിയാക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രാശിചക്രങ്ങൾ എന്ന് പറയും. ഈ രാശിചക്രം എന്ന് കേൾക്കുമ്പോൾ അതൊക്കെ ഹൈന്ദവരുടെ എന്തോ പിന്നെ ആഭിചാര പരിപാടിയാണ് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. രാശിചക്രങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. കാരണം നക്ഷത്രങ്ങളുടെ സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ 12 സോഡിയാക്കുകളെ കുറിച്ച് പറഞ്ഞു വെച്ചത് ഇവരാണ് കണ്ടെത്തിയത്. അപ്പോൾ അവരുടെ നേട്ടങ്ങൾ, അവരുടെ ശാസ്ത്രീയ നേട്ടങ്ങൾ, അവരുടെ ഗണിതശാസ്ത്ര നേട്ടങ്ങൾ, അവരുടെ രൂപകൽപ്പനയും അവരുടെ ആർക്കിടെക്ചറും ഒക്കെ ഗംഭീരമാണ്. അപ്പോൾ അങ്ങനെ ഒരു പട്ടണത്തിലേക്ക് ഇതാ 4 യഹൂദ ബാലന്മാർ പോകുന്നു. അവരുടെ പ്രായം എന്താണ് എന്നറിയാമോ? ഏകദേശം അവരുടെ പ്രായം ഏറിയാൽ 15 വയസ്സാണ്. ഏറിയാൽ 15 വയസ്സ്. പലരും പറയുന്നത് 14 വയസ്സെന്നാണ്. ഞാൻ ഒന്നുകൂടി കൂട്ടി 15 ആക്കി. അപ്പോൾ 15 വയസ്സുള്ള 3 ചെറുപ്പക്കാർ. ഇവർ പോകുന്നത് എങ്ങനെയാണ്? ഇവർ പോകുന്നത് ഒരു നിർബന്ധിത ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ്. അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്, അവരെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ്. പക്ഷേ അവരവിടെ ചെന്ന് ചെയ്തതും, അവർ ലോകത്തിന് സംഭാവന ചെയ്തതും, അവരാ രാജ്യത്തിന് ചെയ്തതും എത്ര മഹത്തായ കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇവർക്കിത് ചെയ്യാൻ സാധിക്കുക? 15 വയസ്സിൽ അവിടെ എത്തിപ്പെട്ട് ദാനിയേൽ മരിക്കുമ്പോൾ 85 അല്ലെങ്കിൽ 86 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അത്രയും കാലം, ഏകദേശം 60-62 വർഷത്തോളം ആ നാട്ടിൽ സേവനം ചെയ്ത മനുഷ്യനാണ്. എങ്ങനെയാണ് സേവനം ചെയ്തതെന്നറിയാമോ? 8 രാജാക്കന്മാർക്കെങ്കിലും, 8 രാജാക്കന്മാർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാറി വന്നു, ചക്രവർത്തിമാർ വന്നു. ഈ 8 രാജാക്കന്മാർക്ക് ചുരുങ്ങിയത് ചീഫ് സെക്രട്ടറി പോസ്റ്റിൽ, അദ്ദേഹം അവസാനം ക്യാബിനറ്റ് സെക്രട്ടറി പോസ്റ്റിൽ ആണ് അവസാനത്തെ രാജാവിൻ്റെ കീഴിൽ സേവനം ചെയ്തത്. ഏറ്റവും ഹയസ്റ്റ് ഒഫീഷ്യലായി, ആ ദേശത്തെ ഏറ്റവും ഹയസ്റ്റ് ഒഫീഷ്യലായിട്ടാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. അപ്പോൾ ഓർക്കുക, 15-ാമത്തെ വയസ്സിലവിടെ എത്തി 85-ൽ വരിക്കുന്നത് വരെ
ഇത്ര ഉന്നതമായ സർക്കാർ സേവനം ചെയ്ത ഒരു മനുഷ്യൻ, 2 ലോക സാമ്രാജ്യങ്ങളുടെ ഉദയത്തിനും അസ്തമയത്തിനും സാക്ഷ്യം വഹിച്ച മനുഷ്യൻ, 8ലധികം രാജാക്കന്മാർക്ക് ഒരേ സമയത്ത് ജീവിതകാലത്ത് സേവനം ചെയ്ത മനുഷ്യൻ, അങ്ങനെ ഒരു മഹാനായ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു ദാനിയേലിനെ കുറിച്ച് 2 തവണ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ 2 തവണ ദാനിയേലിനെ കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നീതിമാന്മാർക്ക് ഉദാഹരണമായിട്ട്, ജ്ഞാനികൾക്ക് ഉദാഹരണമായിട്ട് ബൈബിൾ തന്നെ പറയുന്നത്, നീ ദാനിയേലിനേക്കാൾ ജ്ഞാനിയാണോ എന്നാണ് ചോദിക്കുന്നത്. അത്രയും ജ്ഞാനിയായിട്ടുള്ള മനുഷ്യനായിരുന്നു ദാനിയേൽ. അതേപോലെ തന്നെ കർത്താവ് വാർദ്ധക്യത്തിൽ, ദാനിയേലിൻ്റെ നിറവാർദ്ധക്യത്തിൽ കർത്താവ് ദാനിയേലിനോട് പറയുന്ന പ്രസ്താവനയുണ്ടല്ലോ, നീയോ നിന്റെ അവസാനം വരുന്നത് വരെ നീ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിക്കുക, കാരണം നീ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, നിന്നെ കുറിച്ച് ഉദ്ദേശിച്ചൊക്കെ നീ ചെയ്തു തീർത്തു എന്ന് മഹത്തായ സാക്ഷ്യം പറഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യന് സാധിക്കുക എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. അപ്പോൾ ഈ മനുഷ്യൻ ഇത്രയും ശ്രേഷ്ഠമായ ഉന്നതമായിട്ട് സ്ഥാനങ്ങളിലേക്ക് എങ്ങനെ കയറി ചെന്നു, അല്ലെങ്കിൽ ദൈവം എങ്ങനെ അദ്ദേഹത്തെ ഉയർത്തി എന്നുള്ള ഒരു പാഠം നമുക്ക് ചോദിച്ചു നോക്കാം. അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് ചില വളരെ വിലപ്പെട്ട ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പാഠങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ പാഠം, ദാനിയേലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വളരെ വ്യക്തവും കൃത്യവുമായ ജീവിത ലക്ഷ്യത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വ്യക്തവും കൃത്യവുമായ ഒരു ജീവിത ലക്ഷ്യം, അത് വളരെ അനിവാര്യമാണ്, അത് അടിസ്ഥാനപരമാണ് എന്നുള്ള കാര്യമാണ് ദാനിയേൽ നമ്മെ ഓർമ്മിപ്പിച്ചിരുന്ന പാഠം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വളരെ സമ്മർദ്ദം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചുറ്റുമുള്ളവർ അങ്ങനെ സ്ക്വീസ് ചെയ്ത് അവരുടെ മോഡിലേക്ക് അങ്ങനെ ഒതുക്കാനായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, വിട്ടുവീഴ്ചകൾക്കായിട്ട് സമൂഹമൊക്കെ അങ്ങനെ ശബ്ദമുയർത്തി അവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കാം, എങ്ങനെ ചെറുത്ത് നിൽക്കാം, എങ്ങനെ സാക്ഷ്യം കളയാൻ നിൽക്കാം എന്നതിൻ്റെ ഉദാഹരണം ദാനിയേലിനുണ്ട്. കാരണം ദാനിയേലിന് തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് എന്ന് ചോദിച്ചാൽ ദാനിയേൽ അങ്ങനെ കൃത്യമായിട്ട് പറയും, എനിക്കിതാ വളരെ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ. ആ ലക്ഷ്യം എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് സമ്മർദ്ദങ്ങൾ എത്ര വന്നാലും, എത്ര സാഹചര്യങ്ങൾ മാറി വന്നാലും ഞാനിവിടെ പിടിച്ചു നിൽക്കുമെന്ന് ദാനിയേലിന് പറയാൻ സാധിക്കും. കാരണം ദാനിയേലിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ വളരെ 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 വ്യക്തമായിരുന്നു. അപ്പോൾ ഒരു പുരാതന സംസ്കാരത്തിൽ നിന്ന് ജീവിച്ചൊരു മനുഷ്യനെ കുറിച്ചല്ല, വളരെ ആധുനികമെന്ന് പറയാവുന്ന എല്ലാ സജ്ജീകരണങ്ങളുമുള്ള, തെറ്റിപ്പോകാനായിട്ട് എല്ലാ സാധ്യതയുമുള്ള ഒരു സംസ്കാരത്തിലേക്ക് അങ്ങനെ ചെല്ലുമ്പോൾ, അവിടെ എല്ലാവിധ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുമ്പോൾ അവിടെ പിടിച്ചു നിന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇന്ന് നമുക്കറിയാമല്ലോ, ഇന്ന് +2 കഴിയുമ്പോഴാണ് സാധാരണ സിറ്റികളിലേക്ക് ആളുകൾ പോകുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അല്ലേ. അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പോയിന്ന് കൂട്ടിയാൽ മതി, 15ാമത്തെ വയസ്സിലാണ് പോയത്. അപ്പോൾ ആ സമയത്ത് പോയൊരു പയ്യൻ, അവനെക്കുറിച്ച് എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അവൻ അവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ നമ്മൾ വിളിക്കും, രാവിലെ എഴുന്നേറ്റോടാ, പല്ല് തേച്ചോടാ, ചായ കുടിച്ചോടാ. കാരണം ഇതൊക്കെ അമ്മയുടെ നിർബന്ധം എല്ലാവരും ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും കാലേ. അങ്ങനെ പോകുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത്. എന്നാൽ ഇവിടെ ഇതാ 15ാമത്തെ വയസ്സിൽ പോകുമ്പോഴേ വെറുതെ അല്ല ദാനിയേൽ പോകുന്നത്. ദാനിയേലിൻ്റെ കണ്ണുകൾ കരഞ്ഞു പറ്റിയ കണ്ണുകളാണ്. ദാനിയേലിൻ്റെ ചങ്ക് തകർന്നിട്ടാണ് ദാനിയേൽ പോകുന്നത്. ദാനിയേൽ അനുഭവിച്ച സങ്കടങ്ങൾ നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ദാനിയേലിൻ്റെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടു, ദാനിയേലിൻ്റെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടു, ദാനിയേലിൻ്റെ നാട്ടുകാരൊക്കെ കൊല്ലപ്പെട്ടു. അനവധി പേരെ പിന്നെ ദാനിയേൽ കണ്ടിട്ടില്ല. ദാനിയേൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ആളായതുകൊണ്ട് ദാനിയേലിൻ്റെ ജീവൻ ബാക്കിയായി. അങ്ങനെ പോവുകയാണല്ലേ, നാടിനോട് വിട പറഞ്ഞ് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവശിഷ്ടങ്ങളുടെ ഇടയിലൂടെയാണ് പോകുന്നത്. യെരുശലേമിലെ ദേവാലയം കത്തിയതിൻ്റെ പുക കണ്ടുകൊണ്ടാണ് ദാനിയേൽ അങ്ങനെ പോകുന്നത്. എന്തൊരു സങ്കടമാണല്ലേ ആ മനസ്സിലല്ലേ. 15ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കുക, കേവലം 15 വയസ്സുള്ളൊരു ബാലൻ. അവൻ പോവുകയാണ്, അവൻ ആ സിറ്റിയിലേക്ക് പോവുകയാണ്. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു നമുക്കറിയില്ല. വളരെ വലിയ സങ്കടം അവൻ്റെ മനസ്സിൽ ഒരു തിരമാല പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ഒരു ബാലൻ അവനിതാ ഈ ഒരു വലിയ സിറ്റിയിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഇനി എന്ന് അർമാദിച്ചിട്ടുണ്ട് കാര്യം, എൻ്റെ ജീവിതം നിങ്ങൾ തകർത്തു, എന്നാൽ ഈ നാട്ടിൽ വന്നിട്ട് എനിക്കിന്ന് തകർക്കണം എന്ന് വേണമെങ്കിൽ ദാനിയേലിന് പറയാമായിരുന്നല്ലേ. കാരണം അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. നാട്ടുകാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. വീട്ടുകാരുണ്ടോ ചോദിക്കാൻ? വീട്ടുകാരുമില്ല. ശ്രദ്ധിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെയുള്ള എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട്, എല്ലാ സുഖങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും തൻ്റെ മുമ്പിൽ കിട്ടിയിരുന്നു. അത് മാത്രമല്ല, അതിനോട് വലിയ സമ്മർദ്ദവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. എങ്ങനെയാണ് സമ്മർദ്ദം ചെലുത്തിയത് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അവർ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദമാണ് ദാനിയേലിൻ്റെ മേലിൽ ചെലുത്തിയത്. അപ്പോൾ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ സംഭവം എന്ന് വെച്ചാൽ, ദാനിയേലിൻ്റെ പേര്, ദാനിയേലിൻ്റെയും കൂടെ പോയ ആളുടെയും പേരൊരു മാറ്റി അല്ലേ. ഈ പേര് മാറ്റുന്നത് വലിയ കാര്യമാണോ?
പേര് മാറ്റുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഒരു പേരിൽ എന്തിരിക്കുന്നു ചോദിച്ചാൽ, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പേര് എന്ന് പറയുന്നത് അവൻ്റെ ആസ്തിക്യമാണ്, അവൻ്റെ ദൈവാനുഭവമാണ്, അവനെ ദൈവം നൽകിയ അംഗീകാരത്തിൻ്റെ സൂചന കൂടിയാണ് അവൻ്റെ പേര്. അവൻ്റെ പേരുകൾ മാറ്റി അവരെ പോലെ ഒരാളാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള തന്ത്രമായിരുന്നു അവർ ചെയ്തത്. അതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ വിളിക്കും. ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് തന്നെയാണല്ലേ. ഇന്നത്തെ കാലത്ത് നിർബന്ധിച്ചിട്ടുള്ള പേര് മാറ്റുന്നത്, നമ്മൾ ഓരോരോ സ്ഥാനത്തിൽ കയറുമ്പോൾ ഓരോരോ പേരിടും അല്ലേ. നമുക്ക് ഫേസ്ബുക്കിലൊരു പേര്, വാട്സാപ്പിൽ വേറൊരു പേര്, ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു പേര്. പണ്ടൊരു ബിലീവേഴ്സിൻ്റെ മീറ്റിംഗ് നടന്നപ്പോൾ മാമുക്കോയ വരുന്നു. അയ്യോ, മാമുക്കോയ നമ്മുടെ മീറ്റിങ്ങിലോ, എവിടെ നിന്ന് മാമുക്കോയ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മാമുക്കോയ അങ്ങനെ വന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ സ്വന്തം പേരുകൾ മാറ്റി നമുക്ക് പുതിയ അസ്തിത്വങ്ങൾ നൽകി, പുതിയ മുഖങ്ങളും പുതിയ ഭാവങ്ങളും നൽകി നമ്മളങ്ങനെ പല രീതിയിൽ പ്രവർത്തിക്കുക അല്ലേ. വലിയ തന്ത്രമാണ്. കാരണം ഞാൻ അല്ലാതായി വേറെ സ്ഥലത്ത് നിൽക്കാം, ഞാനായിട്ട് വേറെ സ്ഥലത്ത് നിൽക്കാം, ഇനി ഞാൻ വേറൊരാളായിട്ട് നിൽക്കാം, എനിക്ക് വേറൊരാളായിട്ട് ചാറ്റ് ചെയ്യാം അല്ലേ. ഇങ്ങനെ പല മുഖങ്ങളാണ് നമുക്കെല്ലാം ഉള്ളത്. നമ്മുടെ അസ്തിത്വത്തെ പണയം വെച്ചിട്ടുള്ള പല കപട നാടകങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതാ ഒരു രാജ്യവും ഭരണകൂടവും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൂടി നിർബന്ധിച്ച് പേര് മാറ്റുന്നു, അദ്ദേഹത്തിന് പേര് മാറ്റുകയാണ്. എന്നാൽ പിന്നീട് എത്ര തവണയാണ് ഇവരുടെ സ്വന്തം പേരുകളിൽ തന്നെ അറിയപ്പെടുന്നതെന്നറിയാമോ? അടുത്ത രാജാവ് വരുമ്പോൾ വീണ്ടും ഇവരുടെ പഴയ പേര് വരും. അടുത്ത പ്രധാന പ്രശ്നം വരുമ്പോൾ ഇവരുടെ പഴയ പേരും വീണ്ടും വരികയാണ്. അവരൊരിക്കലും പേര് വിട്ട് കളഞ്ഞിട്ടില്ല. അവർ വീണ്ടും അറിയപ്പെട്ടത് ആ പേരിലാണ്. ദൈവം ആ പുസ്തകം എഴുതാൻ അനുവദിച്ചതും ആ പേര് തന്നെയാണ്. പേരിൽ വലിയ പ്രസക്തിയുണ്ട്. കാരണം ദാനിയേൽ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദാനിയേൽ അല്ലേ, ദാനിയേൽ. ഗോഡ് ഈസ് മൈ ജഡ്ജ് എന്നാണ്. ഗോഡ് ഈസ് മൈ ജഡ്ജ്. അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ രസകരമായ കാര്യം പറഞ്ഞു. അവിടെ ചെന്ന് അവരങ്ങനെ കിങ്സ് കോളേജ് ജോയിൻ ചെയ്തു. അപ്പോൾ കുട്ടികളൊക്കെ വന്ന് ചോദിക്കണം, എന്താ നിന്റെ പേര്? എൻ്റെ പേര് ദാനിയേൽ എന്ന് പറഞ്ഞു. അപ്പോൾ ദാനിയേലോ? അപ്പോൾ ദാനിയേൽ എന്താ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പേര് കേട്ടല്ലോ, എന്താ നിന്റെ പേരിൻ്റെ അർത്ഥം? എൻ്റെ പേരിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ജഡ്ജ് എന്നാണ്. ദൈവം എൻ്റെ ന്യായാധിപതിയാണ്. അപ്പം നീ ഏത് രാജ്യത്ത് നിന്ന് വരുന്നത്? ഞാൻ യഹൂദ. അവരുടെ പൊട്ടിച്ചിരിച്ചു. യഹൂദ അല്ലേ, ഞങ്ങളുടെ ചക്രവർത്തി കഴിഞ്ഞ മാസം പോയി തകർത്ത പട്ടണത്തിൽ നിന്ന് നീ വന്നിരിക്കുന്നല്ലേ, നാണക്കേടാണ് മനുഷ്യ. നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? നിന്റെ പേര് ഗോഡ് ഈസ് മൈ ജഡ്ജ്. നീ തോറ്റതിൽ തമാശയൊന്നുമില്ലല്ലോ, കാരണം നിന്റെ ദൈവം തന്നെ തോപ്പിച്ചില്ലേ എന്നാണ് അവർ ചോദിച്ചത് അല്ലേ. ആ പേരുമായിട്ട് നടക്കാൻ നിനക്ക് നാണമില്ല മനുഷ്യ എന്നവർ ചോദിച്ചു. പക്ഷെ ദാനിയേൽ പേര് മാറ്റിയില്ല. ദൈവമാണ് ന്യായാധിപതി. ദാനിയേൽ അവരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതവുമായിട്ടൊരു ബന്ധമില്ല എന്ന് തോന്നുന്ന ഒരു ചരിത്രം ആയിട്ട് അതിനെ കാണാൻ ഒരിക്കലും ഇടയാവരുത്. നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും ചേർത്ത് വയ്ക്കാൻ പറ്റിയ ചരിത്രം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ അദ്ദേഹം ഈ നാട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ പേര് മാറ്റാനുള്ള വലിയ സമ്മർദ്ദം നൽകി. അതിനുശേഷം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടായല്ലേ. ഭക്ഷണം എന്ത് ഭക്ഷണം? രാജാവിൻ്റെ അടുക്കളയിൽ നിന്ന്, രാജാവിൻ്റെ മേശയിൽ നിന്നുള്ള ഏറ്റവും വിശേഷപ്പെട്ട ഭക്ഷണം അല്ലേ. ദ ബെസ്റ്റ് ഡെലിക്കസീസ് ഓഫ് ദ വേൾഡ് അല്ലേ, ദ ബെസ്റ്റ് കുസീൻസ് ഓഫ് ദി വേൾഡ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഏറ്റവും സുന്ദരമായ ഭക്ഷണം. ഇവരുടെ നാട്ടിൽ എന്താ കിട്ടിക്കൊണ്ടിരുന്നത്? ഈ ഉണക്ക ഗോതമ്പപ്പം അല്ലേ തിന്നുകൊണ്ടിരുന്നത് അല്ലേ. ഈ ഉണക്ക ഗോതമ്പപ്പവും തിന്നുകൊണ്ട് മാത്രമല്ല, ഈ യഹൂദയുടെ അവസാന കാലഘട്ടങ്ങളൊക്കെ ഭരണ പിടിപ്പുകേട് കൊണ്ട് സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായ ഒരു രാജ്യമാണ് യഹൂദ. കഞ്ഞി കുടിക്കാൻ വകയുണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെ ചെയ്തൊരു, കാരണം രാജാക്കന്മാരെല്ലാം ഒന്നിനു പോകുന്ന പരാജയപ്പെട്ട കാലത്താണ് നമുക്ക് ദേശം വരുന്നത്. പട്ടിണി കിടന്ന ആൾക്കാരായിരിക്കും. ഈ പട്ടിണിയും കിടന്ന് ഈ ഗോതമ്പപ്പവും തിന്നു പോയ ആളുകളുടെ മുമ്പിലേക്ക് അങ്ങനെ എന്താ പറയുക, ലോകത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ എങ്ങനെ കഴിക്കാതിരിക്കുമല്ലേ? ഭക്ഷണത്തിൽ എന്താ ഉള്ളത്? ഭക്ഷണം കഴിച്ചൂടെ? തീർച്ചയായിട്ടും ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണല്ലേ. അപ്പോൾ അവരുടെ മുമ്പിൽ വലിയൊരു പ്രലോഭനം രാജാവ് നേരിട്ട് കൊടുക്കുകയാണ്. അത് മാത്രമല്ല, അതിന് വലിയ പ്രശ്നമുണ്ട് താനും, കഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമാണല്ലേ. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് അങ്ങനെ ഭക്ഷണം എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവരന്നേരം പറയുകയാണ്, സാറേ പ്ലീസ് ഞങ്ങൾക്കൊരു എക്സ്ക്യൂസ് തരണം, ഞങ്ങൾ ഈ വെണ്ടയ്ക്കയും പടവലങ്ങയും ഈ ഉരുളക്കിഴങ്ങും കഴിച്ചുകൊണ്ട് പച്ചവെള്ളം കുടിച്ചുകൊണ്ടിരുന്നോളാം, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട എന്ന് പറയുകയാണല്ലേ. എന്തൊരു വിചിത്രമായിട്ടുള്ള തീരുമാനം അവർ എടുത്തത്. പക്ഷെ ആ തീരുമാനത്തിൻ്റെ പേരിൽ കാര്യമുണ്ട്. എന്താണ്? ഇത് ഞങ്ങൾക്ക് അശുദ്ധി വരുത്തും എന്നവർക്ക് അറിയാമായിരുന്നു. എങ്ങനെയാണ് അശുദ്ധി വരുത്തുന്നത് കൃത്യം അവിടെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താ നമുക്കറിയില്ല. ഒരുപക്ഷെ അവരുടെ രീതി അനുസരിച്ച് ഇത് അവരുടെ ദേവതകൾക്കോ അവരുടെ ദൈവങ്ങൾക്കോ ഒക്കെ ബലിയർപ്പിച്ച ശേഷം അങ്ങനെ ഒരു ബലിയർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത ഭക്ഷണമായതുകൊണ്ടായിരിക്കാം. എന്തായാലും എൻ്റെ ജീവിത ലക്ഷ്യത്തിന്, ഞങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന് ചേരുന്ന കാര്യമല്ല, പ്ലീസ് അവർ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഒരു കാര്യം? ഈ ഭക്ഷണം കഴിക്കരുതെന്ന് അവർ തീരുമാനിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന
അതിന് അവരെ പ്രേരിപ്പിച്ച ഘടകമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ജീവിത ലക്ഷ്യത്തോട് ചേരാത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്യുകയില്ല. ഞങ്ങളുടെ ജീവിതം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, ഈ രാജാവിൻ്റെ ഉന്നതമായിട്ടുള്ള രാജധാനിയിൽ താമസിക്കുക എന്നുള്ളതല്ല, ഇവിടുത്തെ വിദ്യാഭ്യാസം നേടുക എന്നുള്ളതല്ല. ഞങ്ങൾക്കതിനേക്കാൾ ഉന്നതമായ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ബന്ധത്തിലുള്ള വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തോട് ചേരാത്ത കാര്യത്തിന് ഞങ്ങളെ കിട്ടില്ല എന്നവർ പറഞ്ഞു. അതാണ് അവരുടെ തീരുമാനമെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ചീഫ് ഷെഫ് നിർബന്ധിച്ചിട്ട് കാര്യമില്ല, കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അപ്പുറത്തെ ടേബിളിൽ അങ്ങനെ ഏറ്റവും റോയലായിട്ടുള്ള ഫുഡ് വിളമ്പുമ്പോൾ ഇവർ ഈ പടവലങ്ങയും വെണ്ടക്കയും കഴിച്ചുകൊണ്ട് പച്ചവെള്ളം കുടിച്ചുകൊണ്ട് ഇപ്പുറത്തിരുന്ന് കഴിക്കുകയാണല്ലേ. അതിനവർ തയ്യാറായി എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള കാര്യം. അതിനവർക്ക് സാധിച്ചു. കാരണം അവരുടെ ജീവിത ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ രണ്ടാമത്തെ പാഠം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്ന് പറയുന്നത്, ദൈവകരത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയേണ്ടതിൻ്റെ അനിവാര്യത ദാനിയേലിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവകരത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദൈവം വളരെ ആക്റ്റീവായി, വളരെ പ്രവർത്തന നിരതനായി ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ചരിത്രത്തിൽ, ഞങ്ങളുടെ ലോകത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണിതെല്ലാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ദാനിയേലിന് സാധിച്ചു. അതാണ് ദാനിയേലാക്കി മാറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ദാനിയേൽ നോക്കുമ്പോൾ, സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ദാനിയേൽ പറയുന്നത് ദൈവത്തിൻ്റെ പരിപാടിയാണിതെന്നാണ്, അല്ലേ? ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഇന്ന വർഷം നെബൂഖദ്നേസർ യഹൂദ പിടിച്ചടക്കി എന്നാണ്. പക്ഷേ അടുത്ത വാക്യം എന്താണെന്നറിയോ? കർത്താവ് ഈ കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിച്ചു എന്നാണ്. നെബൂഖദ്നേസറാണ് കീഴടക്കിയത്, പക്ഷെ കർത്താവാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ചരിത്രം എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. ചരിത്രം കർത്താവിൻ്റെ ചരിത്രമാണ്, കർത്താവാണത് ചെയ്യുന്നത്. അപ്പോൾ ദാനിയേലിൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ, വലിയ സംഘർഷങ്ങൾ ഉണ്ടായി. തൻ്റെ ബന്ധുക്കൾ, തൻ്റെ മാതാപിതാക്കളൊക്കെ കൊല്ലപ്പെട്ടു. അങ്ങനെ വലിയ തകർച്ചയുടെ അനുഭവത്തിലൂടെയാണ് പോകുന്നത്. എന്നാൽ ഈ സ്വന്തം അനുഭവത്തിലേക്ക് നോക്കുമ്പോഴും അതിനെ ദുർവിധി എന്നല്ല ദാനിയേൽ കാണുന്നത്. ഇത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് തിരിച്ചറിയാൻ, ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ് ഇത് നടന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് ദാനിയേൽ കണ്ടു. അപ്പോൾ അത് ദാനിയേലാക്കിയ ഒരു കാര്യമാണ്. അപ്പം സ്വന്തം താനെ കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളൊക്കെ അങ്ങനെ തകർന്നു വീഴുമ്പോൾ, ചുറ്റും അങ്ങനെ ദൈവവിരുദ്ധമായിട്ടുള്ള സങ്കല്പങ്ങൾ അങ്ങനെ നിറയുമ്പോൾ, അവരങ്ങനെ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് അങ്ങനെ നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ കുടിയേറ്റുമ്പോൾ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ സ്വന്തം ജീവിതത്തിലും തൻ്റെ രാജ്യത്തിൻ്റെ ഭരണത്തിലും ലോകത്തിൻ്റെ നിയന്ത്രണത്തിലും ഒക്കെ ദൈവം പ്രവർത്തിക്കുന്നത് കാണുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഇനി നടക്കാനുള്ള കാര്യങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളാണെന്നും ദൈവമാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നതെന്നും രഹസ്യങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തി തരുമെന്നും ഉറച്ചു വിശ്വസിച്ച ഒരു മനുഷ്യനാണ് ദാനിയേൽ എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതാണ് ദാനിയേലിൻ്റെ പ്രവചനങ്ങളുടെ പിന്നിലുള്ള കാര്യവും എന്ന് നമുക്കറിയാം. ദാനിയേൽ അങ്ങനെ രാജാവിൻ്റെ മുമ്പിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. രാജാവ് അങ്ങനെ സ്വപ്നം കണ്ട ശേഷം രാജാവ് നാട്ടിലെ മുഴുവൻ ജ്ഞാനികളെ വിളിച്ചു, അവിടെയുള്ള മുഴുവൻ പ്രമാണിമാരെ വിളിച്ചു, അവിടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരെ വെളിച്ചപ്പാടന്മാർ, കുറേ പേരുടെ പേര് പറയുന്നുണ്ട്. ഈ പേരുകൾ പറയുന്നത് രസകരമാണ്. സ്വപ്നക്കാർ, വെളിച്ചപ്പാടുകാർ, ജ്ഞാനികൾ, അങ്ങനെ കുറേ പേരാണ്. ഇതൊക്കെ ഓരോ ലെവലാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഡിഗ്രി ലെവൽ, ഒരു PG ലെവൽ, ഒരു PhD ലെവലൊക്കെയാണ്. അപ്പോൾ അതിൽ അങ്ങനെ പല ലെവലിലുള്ള ജ്ഞാനികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവരെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ കണ്ട സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും പറയണം. രാജാവിൻ്റെ സ്വപ്നം വിചിത്രമായ സ്വപ്നമാണ്. അപ്പോൾ അവർ പറഞ്ഞു, രാജാവേ നീ സ്വപ്നം പറ, എന്നാൽ ഞങ്ങൾ വ്യാഖ്യാനം പറയാൻ പറഞ്ഞു. അപ്പോൾ രാജാവ് നത്തിങ് ഡൂയിങ്, ഞാൻ സ്വപ്നം പറയില്ല, നിങ്ങൾ സ്വപ്നവും പറയണം, വ്യാഖ്യാനം പറയണം. അവർ കുടുങ്ങി അല്ലേ? അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, ഇന്നേ വരെ ലോകത്തൊരാളും ഇതേപോലൊരു കാര്യം പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ഇതേപോലൊരു പങ്കത്തരം ഒരു രാജാവും പറഞ്ഞിട്ടില്ല എന്നാണ് പറയേണ്ടത്. പക്ഷെ പറയാൻ ധൈര്യമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇന്നേ വരെ ഒരു ചക്രവർത്തി ഇതുവരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പ്ലീസ് സാർ സ്വപ്നം പറ. അപ്പോൾ അവർ പറഞ്ഞു, ഞാനൊരു സ്വപ്നം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നിങ്ങളുടെ ഭാവനയിൽ ഒരു വ്യാഖ്യാനം കൊണ്ടുവരും, അത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ സ്വപ്നം എന്തെന്നും പറയണം, ഇതിൻ്റെ വ്യാഖ്യാനം പറയണം എന്ന് പറഞ്ഞു. കുടുങ്ങി, എല്ലാവരും കുടുങ്ങിയല്ലേ? എന്താ രാജാവ് പറഞ്ഞ്? നിങ്ങൾ കുറേ കാലമായി തിന്നു കുടിച്ച് അങ്ങനെ രാജധാനിയിൽ പാർക്കാണല്ലേ, ഇനി ആ പരിപാടി നടക്കില്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ വെട്ടി നുറുക്കി പീസാക്കി ഞാൻ
നിങ്ങളുടെ വീട് ഞാൻ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് തകർക്കുമെന്ന് പറഞ്ഞു. ബുൾഡോസർ അങ്ങ് യു പി മാത്രമല്ല കേട്ടോ, അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ കാലത്ത് ഒരു സെയിം ടു സെയിമാ കേട്ടോ. ബുൾഡോസർ സംസ്കാരം കൊണ്ടുവന്ന് നമുക്ക് സാധ്യം. നിങ്ങളുടെ വീട് മലയാളം ബൈബിളിൽ കുപ്പക്കുന്നാക്കുന്ന, ഞാൻ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തുമെന്ന് പറഞ്ഞത്, തകർക്കുമെന്ന് പറഞ്ഞു. കുടുങ്ങി, എല്ലാവരും കുടുങ്ങി, എല്ലാ ജ്ഞാനികളും കുടുങ്ങി. ഈ ജ്ഞാനികളുടെ കൂട്ടത്തിലാണ് ദാവീദും പെട്ടതല്ലേ, ദാവീദും അവരും. ഇവരെല്ലാം കൂടെ ഇരിക്കുന്നു, അവരാലോചിക്കുന്നു, മറ്റവർക്കൊന്നും രക്ഷയില്ല. ദാനിയേൽ കൂട്ടുകാരുമായിട്ട് ആലോചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ദാനിയേൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദാനിയേൽ ചെന്നിട്ട് ദൈവത്തോട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമായ വാക്കുകളാണല്ലേ. ദാനിയേൽ അങ്ങനെ രാജാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു, ചക്രവർത്തിയുടെ സന്നിധിയിലേക്ക് പോകുന്നു. ചക്രവർത്തിയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് രാജാവ് ദാനിയേൽ പറയുകയാണ്, എനിക്കൊരു അല്പസമയം തരണം, ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ദാനിയേൽ പറയുന്ന വാക്കുകൾ എത്ര ശ്രദ്ധേയമായ വാക്കാണ്. ദാനിയേൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. ലോകത്തിൻ്റെ സർവാധിപനായി, അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി, ഞാനാണ് സകലതും ഉണ്ടാക്കിയത്, ഇതെല്ലാം എൻ്റെയാണ്, എന്നെ കഴിഞ്ഞിട്ട് ആരുണ്ട് എന്ന് ചിന്തിച്ച് അങ്ങനെ 56 അല്ല 78 നെഞ്ചും പിരിച്ചു നിൽക്കുന്ന ചക്രവർത്തി തിരുമനസിൻ്റെ മുമ്പിലേക്കാണല്ലേ ആരെയും വെട്ടി പീസാക്കാനും അവരുടെ വീട് തകർത്ത് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു പൊളിക്കാനും കഴിവുള്ള ഒരു രാജാവിന് മുമ്പിൽ, അധികാരമുള്ള രാജാവിന് മുമ്പിൽ ദാനിയേൽ നിന്നിട്ട് പറയാണ്, ചക്രവർത്തി തിരുമനസേ, മുകളിൽ ഒരു ദൈവമുണ്ട് കേട്ടോ. ദെർ ഈസ് എ ഗോഡ് ഹു ഈസ് ദേർ അല്ലേ. ഫ്രാൻസിസ് ഷേഫറുടെ പുസ്തകത്തിൻ്റെ പേരാണ് ഗോഡ് ഹു ഈസ് ദേർ. ഹു ഈസ് ദേർ? അവിടെ ഒരു ദൈവമുണ്ട്. ഈ ചക്രവർത്തിയോട് നേരെ നിന്നുകൊണ്ട് മുഖത്ത് നോക്കിക്കൊണ്ട്, രാജാവെ, നീയല്ല സർവാധിപതി, നീയല്ല സർവ്വസൈന്യാധിപൻ, നിന്റെ കയ്യിലല്ല അധികാരങ്ങൾ, നിനക്ക് മുകളിലൊരു ദൈവമുണ്ട്, അത് അംഗീകരിച്ചാൽ നിനക്ക് മതിയെന്ന് പറയാൻ ധീരതയുള്ള ആർജവമുള്ള ഒരു മനുഷ്യൻ, അത് ദാനിയേലാണ്. ദാനിയേലിനെ പറ്റിയുള്ളൂ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ സാധിക്കുക? ആലോചിച്ച് നോക്കുക. അപ്പൊ ദൈവത്തിൻ്റെ കരം വളരെ ആക്റ്റീവായിട്ട് ഈ രാജ്യത്ത് മുഴുവൻ, ഈ ലോകത്ത് മുഴുവൻ, എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും മാത്രമല്ല, എൻ്റെ നാടിൻ്റെ ജീവിതത്തിലും, യഹൂദിയുടെ ചരിത്രത്തിലും, ബാബിലോണിൻ്റെ ചരിത്രത്തിലും ദൈവത്തിൻ്റെ കരം അങ്ങനെ പ്രവർത്തിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ കരമല്ലാതെ മറ്റൊന്നല്ല എന്ന് തിരിച്ചറിയുന്ന മനുഷ്യനാണ് ദാവീദ്. അവിടെയാണ് ദാവീദ് വിജയിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഓർക്കണം. ഇവിടെ ദാനിയേലിൻ്റെ കൂട്ടുകാർ കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ മറ്റൊരു രംഗമുണ്ടല്ലോ. അവിടെ ദാനിയേലിൻ്റെ കൂട്ടുകാർ, ഇതിന് ശേഷം വന്ന രാജാവ് ദാനിയേലിൻ്റെ കൂട്ടുകാരെ ഇതേപോലെ ഒരു വലിയ സമ്മർദ്ദ തന്ത്രത്തിൽ കൊണ്ട് ആക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. അവിടെ പ്രതിമയുണ്ടാക്കിയിട്ട് അവർ നമസ്കരിക്കേണ്ട ആവശ്യപ്പെടുമ്പോൾ അവർ സമ്മതിക്കാതിരിക്കുമ്പോൾ അവർ തീച്ചുളയിലേക്ക് പിടിച്ചിരുന്നു. അവിടെ ദാനിയേലില്ല. ദാനിയേൽ എവിടെ പോയിട്ടുണ്ടാവും? എന്തായിരിക്കും ദാനിയേൽ സംഭവിച്ചിട്ടുണ്ടാവുക? എന്താ നമുക്കറിയില്ല. ചില ആൾക്കാർ പറയുന്നത് ദാനിയേൽ എന്ന് ചീഫ് സെക്രട്ടറി അല്ലേ, അപ്പോൾ ദാനിയേൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ്, അപ്പോൾ ദാനിയേൽ അവിടെ പോകേണ്ട കാര്യമില്ല, മറ്റവരെല്ലാം താഴെയാണ്, അതുകൊണ്ടായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നു. എന്തായാലും അവരെ 3 പേരെയും പിടിച്ച് തീച്ചുളയിലിടുന്നു. തീച്ചുളയിടുമ്പോൾ അവിടെ ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ ശക്തനാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവരതിന് പറയുന്ന മറുപടി എന്താ? വളരെ രസകരമായ മറുപടി അല്ലേ. എന്താ അവർ പറയുന്ന മറുപടി? ദൈവം ഞങ്ങളെ രക്ഷിക്കും, പക്ഷേ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും, ഞങ്ങളെ ദൈവം രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങളിത് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ കാര്യങ്ങളെ കാണുന്നതും അവർ കണ്ടതും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം കാണാൻ പറ്റും അല്ലേ. ദൈവം എൻ്റെ കൂടെ നിന്നാൽ എല്ലാം ശരി, ഓക്കെ, ഞാൻ ഓക്കെയാണ്, ഞാൻ ദൈവവുമായിട്ട് വളരെ സന്തോഷത്തിലാണ്. എന്നാൽ ദൈവം എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ദൈവവും വേണ്ട, സഭയും വേണ്ട, പരിപാടിയും വേണ്ട, ഒന്നും വേണ്ട, എന്നെ കൊണ്ട് കിട്ടില്ല എന്ന് പറയും അല്ലേ. അതാണ് നമ്മുടെ പരിപാടി. എന്നാൽ എൻ്റെ ജീവിതം ഇവിടെ തീരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവം സർവാധിപനായി ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതല്ല വിഷയം. ഇത് ദൈവത്തിൻ്റെ പരിപാടിയാണോ എന്നുള്ള വിഷയം. എനിക്ക് സൗകര്യമാണോ, എനിക്ക് അനുകൂലമാണോ, എനിക്കിത് ഗുണപരമാണോ എന്നുള്ള എൻ്റെ വ്യക്തിപരമായ ചോദ്യങ്ങൾ കൂടെ പ്രസക്തിയില്ല. ഇത് ദൈവത്തിൻ്റെ പരിപാടിയാണോ എന്നുള്ള ചോദ്യം. അവർ ഉത്തരം പറഞ്ഞതും ഈ കാര്യം കണ്ടിട്ടാണ്. അവർ പറയുകയാണ്, ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ചേഞ്ച് ചെയ്യില്ല, കാരണം ഇത് ദൈവത്തിൻ്റെ പരിപാടിയാണ് എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു വലിയ ചോദ്യമുണ്ട്. ഈ ബാബിലോൺ ഇവരെ സമ്മർദ്ദത്തിലാക്കി, ഇവരുടെ അസ്തിത്വത്തെ മാറ്റി, ഇവരുടെ ആസ്തിക്യത്തെ മാറ്റി, ഇവരുടെ സ്വത്വത്തെ മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇവർക്കൊരു പുതിയ ഇമേജ് നൽകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ മുഴുവൻ കാണുന്ന ഒരു പ്രയോഗമുണ്ട്, ഇമേജ്. മുഴുവൻ ഇമേജുകളല്ലേ. ഒരു പ്രതിമയുടെ
ഇമേജിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, പിന്നീട് ഉണ്ടാക്കുന്ന വലിയൊരു ഇമേജിനെ കുറിച്ച് വായിക്കുന്നു, നമസ്കരിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നു. അപ്പോൾ ഒരു ഇമേജിലേക്ക്, ഒരു പ്രതിമയിലേക്ക് മോൾഡ് ചെയ്യാനായിട്ട് വലിയൊരു ശ്രമം അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവർ പറയുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങളാരും മോൾഡ് ചെയ്ത് ഉണ്ടാക്കി തരുന്നതല്ല ഞങ്ങളുടെ സ്വത്വം, ഞങ്ങളുടെ സ്വത്വം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് നൽകുന്നതാണ് എന്നാണ് ഇവർ ഏറ്റു പറയുന്നത്. അങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും. മൂന്നാമത്തെ പാഠത്തിലേക്ക് നമുക്ക് വേഗം പോവാം. ദൈവവചനം ശ്രദ്ധയോടെ പഠിക്കുന്നതിൻ്റെ അനിവാര്യത ദാനിയേലിൻ്റെ പുസ്തകം നമുക്ക് ഓർമ്മിപ്പിച്ച് തരികയാണ്. അവരങ്ങനെ നിൽക്കാൻ കാരണം എന്താണെന്നറിയോ? അവർ ദൈവത്തിൻ്റെ വചനം അതീവ ശ്രദ്ധയോടെ പഠിച്ച ആളുകളാണ്. ദൈവവചന പഠനത്തിൻ്റെ അനിവാര്യത, അതിൻ്റെ ഗൗരവം, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയ വ്യക്തികളാണ് ദാനിയേലും ദാനിയേലിൻ്റെ കൂട്ടുകാരും. ദൈവവചനത്തിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ പ്രഭാവം ദാനിയേലിനെ ഭയപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. രസകരമായ കാര്യം എന്ന് വെച്ചാലേ, ദാനിയേലിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം അങ്ങ് വെളിപ്പെടുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ദാനിയേൽ ബോധം കെട്ട് വീഴുന്നു, ദാനിയേലിന് വയറിളക്കം പിടിക്കുന്നു, ദാനിയേൽ ഛർദ്ദിക്കുന്നു, ദാനിയേൽ അവശനായി തീരുന്നു. ദാനിയേലിന് സാധിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നിൽക്കാനായിട്ട്. ഈ മനുഷ്യന് സാധിക്കുന്നില്ല. കാരണം എന്താ പറയുക? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇമ്പാക്റ്റ് സ്വന്തം ശരീരത്തിൽ പോലും അനുഭവിച്ച മനുഷ്യനാണ് ദാനിയേൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഭാവം, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയുണ്ടെന്ന് സ്വന്തം ശരീരം പോലും വെളിപ്പെടുത്തുകയാണ്. ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. ദിവസങ്ങളോളം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ഇരിക്കുകയാണ്. കരഞ്ഞ് നിലവിളിക്കുകയാണ്, നിലത്തീർന്ന് ഉരുളുകയാണ്. പഴയ നിയമത്തിലെ പല പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ പ്രവാചകം, അതിൻ്റെ ഭാരം അങ്ങനെ അവരെ തലയിൽ വന്ന് വീഴുമ്പോൾ അവർ മറ്റൊരു മനുഷ്യനായി മാറുകയാണ്. അവരെത്ര വിറയലോടുകൂടിയാണ് ദൈവത്തിന് മുന്നിലിരിക്കുന്നത്. നമ്മളെത്ര കാഷ്വലായിട്ടാണ് ദൈവത്തിൻ്റെ വചനം ഹാൻഡിൽ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളെ നമ്മളെത്ര ലാഘവത്തോടെ, എത്ര വില കുറഞ്ഞാണ് നമ്മളതിനെ കാണുന്നത്. നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ഇതിനൊന്നും അത്രമാത്രം വിലമതിക്കുന്നൊന്നുമില്ല. നമ്മുടെ ഒരു കാഴ്ചപ്പാടും ഇവരുടെ ഒരു കാഴ്ചപ്പാടും നമ്മൾ വ്യത്യാസം ഓർക്കുക. ദൈവവചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുക മാത്രമല്ല, വയറിളക്കം പിടിച്ച് കിടക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ദാനിയേൽ. എന്നാലോചിച്ച് നോക്കൂ. ദൈവവചനം വായിച്ചിട്ട് പേടിച്ചിട്ട് വയറിളക്കി എത്ര പേരിലൂടെ? ദൈവവചനം വയറിളക്കും ചിലപ്പോൾ. കാരണം ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഇതിൻ്റെ സത്യങ്ങളുടെ പ്രഭാവം അങ്ങനെ ചെല്ലുമ്പോൾ, നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാതെ പോകുമ്പോൾ അതങ്ങനെയാണ് ഒരുപക്ഷെ പുറത്തേക്ക് വരിക. ഞെട്ടി വിറയ്ക്കുന്ന മനുഷ്യരാണ് അവർ. മാത്രമല്ല, ദാനിയേലിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദാനിയേൽ ഭാവി കാലത്തെക്കുറിച്ചുള്ള വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ മനുഷ്യരാണല്ലേ. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ എന്താ പറയുക, അത് പ്രവചനങ്ങളുടെ വലിയൊരു പരമ്പര ഇങ്ങനെ നടക്കുകയാണല്ലേ. ദാനിയേലിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് പഴയ നിയമത്തിലെ വെളിപാട് പുസ്തകം എന്നാണ്, കാരണം പ്രവചനങ്ങളാണ്. പക്ഷെ ഇതെവിടെയും തുടങ്ങിയെന്നറിയോ? ഇതെല്ലാം തുടങ്ങുന്ന എവിടെയെന്നറിയോ? 9-ാം അധ്യായത്തിൽ ഒരു വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. സമയം കുറവുകൂടി ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. ഒരു ശ്രദ്ധേയമായ വാക്യമാണ്. എന്താണെന്നറിയോ? ദാനിയേൽ എന്ന ഞാൻ യിരെമ്യാവിൻ്റെ പുസ്തകം വായിച്ച് പഠിച്ച് ഞാനങ്ങനെ കാലമൊക്കെ എഴുതി വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴേ കണക്ക് കൂട്ടി നോക്കി. വെറുതെ അല്ല, ഈ വർഷം പുറകോട്ടെണ്ണി ഇതിങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ, ഇപ്പോൾ ഒന്നിങ്ങനെ. എന്ത് കണ്ടു ദാനിയേൽ? 70 വർഷം എന്നൊരു കണക്ക് കണ്ടു. ഇത് വെളിപ്പാടല്ല, ഇത് ദാനിയേലിന് കിട്ടിയ പേഴ്സണൽ വെളിപ്പാടല്ല. ഇത് ദാനിയേലിന് കിട്ടിയ പ്രവചനമല്ല. ദാനിയേൽ ബൈബിൾ വായിച്ചിട്ട് കണ്ടെത്തിയ സത്യമാണ്. ദാനിയേലിൻ്റെ പേഴ്സണൽ ബൈബിൾ സ്റ്റഡിയുടെ ഡെപ്താണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ബൈബിൾ വായിച്ചിട്ട് ചുമ്മാ വായിച്ചു പോകുന്ന ആൾക്കാരല്ല, റീഡ് ത്രൂ വായിക്കുന്ന വായനയൊന്നും അല്ലാതെ. അവിടെ ഇരുന്ന് അദ്ദേഹം കണ്ടു, ഇത് എൻ്റെ കാലത്തെക്കുറിച്ചാണല്ലോ, ഇതിപ്പം നടക്കേണ്ട കാര്യമാണല്ലോ. അവിടെ വെച്ചു ദാനിയേൽ കണക്ക് കൂട്ടി, കാലം വെച്ചു, പരിശോധിച്ചു. 70 കാലം വന്നു. പിന്നെ ദാനിയേൽ ഉപവാസമായി, ചാക്കൊടുക്കലായി, കരച്ചിലായി, നിലവിളിയായി ദാനിയേൽ മാറുകയാണ്. അപ്പോൾ ദാനിയേൽ ദൈവവചനത്തിൻ്റെ പഠനം എത്ര ശ്രദ്ധയോടെ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് വാക്യങ്ങൾ. ദാനിയേൽ എന്ന ഞാൻ വളരെ ദിവസത്തേക്ക് ക്ഷീണിതനും രോഗിയായി തീർന്നു, പിന്നീട് ഞാൻ എഴുന്നേറ്റു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെയാണ് ദാനിയേൽ പറയുന്നത്. ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇനി 4-ാമത്തെ പാഠത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരട്ടെ. 4-ാമത്തെ പാഠം ദാനിയേൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെയും പ്രാർത്ഥനയുടെയും അനിവാര്യത ദാനിയേൽ നമ്മെ പഠിപ്പിക്കുന്നു. ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെയും പ്രാർത്ഥനയുടെയും അനിവാര്യത, രണ്ട് ചേർത്ത് ഞാൻ പറയുകയാണ്. ഒരുമിച്ച് നിൽക്കാൻ ദാനിയേൽ ഒറ്റയ്ക്കല്ല, ദാനിയേലിൻ്റെ കൂടെ 3 കൂട്ടുകാരുണ്ടല്ലേ, അവർ 4 സംഘമാണ്. എന്നാൽ ദാനിയേലാണ് അതിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലേക്ക് പോയത്. എന്നാൽ നമ്മൾ 2-3 സ്ഥലത്ത് വായിക്കുന്നുണ്ട്, ദാനിയേൽ കൂട്ടുകാർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്, അവരെ കൂടി പരിഗണിക്കണം, അവരെ കൂടി ഉയർത്തണം.
അവർ വേണമെങ്കിൽ തടയാമായിരുന്നല്ലേ. ദാനിയേലിനങ്ങനെ മുന്നേ ശ്രീലയിലേക്ക് പോവാം. അവന്മാരൊക്കെ എൻ്റെ കൂടെ വന്നതേ ഉള്ളൂ. ഇമാരെ എനിക്ക് പരിചയം കൊണ്ട്, നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാട്ടോ, പരിചയം കൊണ്ട്, പക്ഷേ വലിയ വിലയൊന്നും കൊടുക്കണ്ട എന്ന് വേണമെങ്കിൽ പറഞ്ഞ്, എങ്ങനെയാണല്ലോ നമ്മുടെ ആൾക്കാർ ഗൾഫിൽ വെച്ച് കണ്ടാൽ മിണ്ടില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അവൻ നാട്ടിൽ തോളത്ത് കേട്ടിരുന്നവനായിരിക്കും, പക്ഷെ ഇവിടെ വലിയ പ്രശ്നമില്ല, കണ്ടാൽ മിണ്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. ദാനിയേൽ അങ്ങനെ മനസ്സിലായിരുന്നില്ല. എൻ്റെ കൂടെ വന്നവരാണിവർ, ഇവരും നല്ല ആൾക്കാരാണ് എന്ന് രാജാവിന് റെക്കമെൻഡ് ചെയ്ത് അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ കൊടുത്തു. ദാനിയേലിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥാനങ്ങളിലേക്കാണ് അവരിയ്ക്കുന്നത്. അത് മാത്രമല്ല, അവർ പിന്നീടുള്ള രംഗങ്ങളിലെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. എപ്പോഴൊക്കെ ഒരുമിച്ച് നിൽക്കാമോ അപ്പോഴൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരുമിച്ച് നിൽക്കാതെ നമുക്ക് എവിടെയും രക്ഷപ്പെടാൻ പറ്റുകയില്ല കേട്ടോ. ദാനിയേലിനാണ് വൺ മാൻ ഷോ കളിക്കണമെങ്കിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ദാനിയേലല്ലേ സാധിക്കുക. ദാനിയേലിനെ പോലെ വൺ മാൻ കളിക്കാൻ ആർക്കാ പറ്റുക? എന്നാൽ ദാനിയേല് ഒരിക്കലും വൺ മാൻ ഷോയ്ക്ക് പോയില്ല കേട്ടോ. ഞാൻ കേമൻ, മറ്റവരൊക്കെ കൂടെ മാറി നിന്നോ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് ദാനിയേൽ പറഞ്ഞില്ല. ഒപ്പം നിർത്തി, ചേർത്ത് നിർത്തി, അവരെയും കൂടി ഉയർത്തി. നിങ്ങൾ ഉയരുന്നതാണ് എൻ്റെ ഉയർച്ച, നിങ്ങളെ ഉയർത്തലാണ് എൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്ന ദാനിയേൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ദാനിയേലിൻ്റെ പ്രത്യേകത. മാത്രമല്ല, ദാനിയേൽ ഒപ്പം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഏറ്റവും വലിയ സമ്മർദ്ദമുണ്ടായപ്പോഴേ നമുക്ക് കാണുന്ന രംഗമുണ്ട്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ക്യാമ്പസ് പ്രെയർ മീറ്റിംഗ് ആരംഭിച്ചത് ബാബിലോണിലെ കിങ്സ് കോളേജിൻ്റെ ഹോസ്റ്റലിലാണ് എന്ന് നമുക്ക് പറയാം. ദേവഗിരിയിലൊന്നും അല്ല കേട്ടോ. അതൊക്കെ തുടങ്ങി വെച്ചത് ബാബിലോണിലെ കിങ്സ് കോളേജിൻ്റെ ഹോസ്റ്റലിലാണ്. അവിടെ ടാഗോർ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഹോസ്റ്റൽ മുറിയുടെ നിലത്ത് ആ 4 പേരും തമ്മിൽ കൈകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, നീയാണ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരേണ്ടത്. ആദ്യത്തെ ക്യാമ്പസ് പ്രെയർ മീറ്റിംഗ് അദ്ദേഹം ആരംഭിച്ചു. അവിടെ നിന്നാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അവർ അങ്ങനെ ചെയ്ത ആളുകളാണ് എന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പോൾ ഈ പാഠങ്ങൾ ഇനിയും പല കാര്യങ്ങളും പറയാനുള്ളത് കൊണ്ടും പറയാനുണ്ട്, പക്ഷെ സമയം കരുതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ പാഠങ്ങൾ ചേർത്ത് വെച്ചിട്ട് ദാനിയേലിൻ്റെ പൈതൃകത്തെക്കുറിച്ച് എന്താ നമുക്ക് പറയാൻ സാധിക്കുക? എന്തായിരുന്നു ദാനിയേലിൻ്റെ പൈതൃകം? വാട്ട് വാസ് ദ ലെഗസി ഓഫ് ദാനിയേൽ എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ദാനിയേലിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കേട്ടത് വെച്ചിട്ട്, നമ്മൾ മുമ്പ് ഡിസ്കഷൻ വെച്ച ഭാഗങ്ങൾ വെച്ചിട്ട് ഞാൻ പറയട്ടെ, ദാനിയേൽ വാസ് ദ ഫസ്റ്റ് ക്രോസ് കൾച്ചറൽ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയട്ടെ. ക്രോസ് കൾച്ചറൽ ഇവാഞ്ചലിസം എന്ന് വെച്ചാൽ ഒരു സംസ്കാരത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും വിഭിന്നവും വളരെയധികം സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നതുമായിട്ടുള്ള മറ്റൊരു സംസ്കാരത്തിലേക്ക് പോയി അവിടെ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് നിൽക്കാനായിട്ട് സാധിച്ച മനുഷ്യനാണ് ദാനിയേൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്ഥലം, ഈ ദാനിയേൽ പോയ ബാബിലോൺ, ഈ ബാബിലോണിൽ മറ്റൊരു സ്ഥലമുണ്ട് നമുക്ക് പരിചയമുള്ളത്. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കുറേ വർഷങ്ങൾക്ക് പുറകോട്ട് പോയാൽ ആ സ്ഥലത്തിൻ്റെ പേര് ഊർ എന്നായിരുന്നു. അവിടെ നിന്ന് ഒരു മനുഷ്യനെ ദൈവം വിളിച്ചു, കം ഔട്ട് ഓഫ് ഊർ എന്ന് പറഞ്ഞില്ല, നീ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ പേര് അബ്രഹാം എന്നായിരുന്നു. ആ അബ്രഹാമിനെ ദൈവം ദാനിയേലിൽ നിന്ന് ബാബിലോണിൽ നിന്ന് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞ്, ഞാൻ നിനക്കൊരു പുതിയ പേര് തരാം, നിനക്ക് ഞാനൊരു പുതിയ പേരിടാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അബ്രഹാം എന്ന് പേരിട്ടു. അദ്ദേഹത്തെ ഒരു വലിയ ജാതിയാക്കി. എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നല്ലേ. വർഷങ്ങൾ എത്ര കഴിഞ്ഞുപോയി, നൂറ്റാണ്ടിൽ എത്ര കഴിഞ്ഞുപോയി. കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇവരെ എന്താണോ ഏൽപ്പിച്ചത്, ഇവരെ ഏൽപ്പിച്ച ദൗത്യം മുഴുവൻ മറന്നുപോയി. അവർ മറ്റുള്ള ആളുകളൊക്കെ അത് കഷ്ടമായി ജീവിച്ചപ്പോൾ എവിടെ നിന്നാണോ വിളിച്ചത് അവിടെ മറ്റൊരു രാജാവ് വന്നു. ആ രാജാവ് തേർവാഴ്ച നടത്തി ഈ രാജ്യത്തെ തകർത്തു, അബ്രഹാമിൻ്റെ രാജ്യത്തെ തകർത്തു, അവരുടെ ദേവാലയത്തെ തകർത്തു. എന്നിട്ട് ചിലരെ അവിടെ പിടിച്ചുകൊണ്ടുപോയി. എന്തിനാ പിടിച്ചുകൊണ്ടെന്നറിയോ? അവിടെ പോയിട്ട് സുവിശേഷം പറയാൻ. വിചിത്രമാണ് കാര്യങ്ങളല്ലേ. ചരിത്രം അങ്ങനെ വിചിത്രമായ രീതിയിൽ ആവർത്തിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്ത് വിചിത്രമാണ് ചരിത്രമല്ലേ. ദൈവം ചരിത്രത്തെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാ? ദൈവം തിരിച്ചും മറിച്ച് ഉപയോഗിക്കും. അബ്രഹാമിനെ കൊണ്ടുവന്ന ഊരിലേക്ക്, നീ ഇവിടെ ജീവിക്കരുത്, നീ ഇവിടെ നിന്ന് പുറത്തോട്ട് വരിക എന്ന് പറഞ്ഞ ഊരിലേക്ക്. ഊരും ബാബിലോണും തമ്മിൽ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. ബാബിലോണിലെ സാമ്രാജ്യത്തിൻ്റെ ഭാഗം തന്നെയാണത്. അവിടേക്ക് തിരിച്ചു പോകുന്നു 4 പേർ. അവരവിടെ നിൽക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നു. രാജാവിന് മുമ്പിൽ നിന്നുകൊണ്ട്, ആ രാജാവിന് മുമ്പിൽ മാത്രമല്ല 8 രാജാക്കന്മാരുടെ മുമ്പിൽ. അവസാനം അതാ മീദോപേർഷ്യ രാജാവ്, അവസാനം കോരശിൻ്റെ കാലം വരെ അങ്ങനെ നിൽക്കുകയാണ് ദാനിയേൽ ധീരതയോട് പറയുന്നു, there is a God who is sitting above and controlling everything. ഉയരത്തിലൊരു ദൈവമുണ്ട്, അവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ടിരിക്കുക, വിനയപ്പെടുക, അതാണ് മനുഷ്യർക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മനുഷ്യനുണ്ടായി. അത് ദാനിയേലാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ഈ ദാനിയേലിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ പറയുന്ന വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. കർത്താവിൻ്റെ ജനനത്തിങ്കൽ വിദ്വാൻമാർ വന്നു. എവിടുന്നാണ് വന്നത്? ഈ വിദ്വാൻ മജായി
വൈസ്മെൻ. ഈ വൈസ്മെൻ എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്ന എവിടെയാ? ദാനിയേലിന്റെ പുസ്തകത്തിലാ. ഈ വൈസ്മെൻ എന്ന് പറയുന്നത് വളരെ ഉന്നത ശ്രേണിയിൽപ്പെട്ട പണ്ഡിതരായിട്ടുള്ള ആളുകളെ വിളിച്ചിരുന്ന, ആ നാട്ടിൽ വിളിച്ചിരുന്ന പേരാണ്. വൈസ്മെൻ വന്നു. എന്താ അവർ ചോദിച്ചത്? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ടു എന്നാണ് പറഞ്ഞത്, അല്ലേ? വാന നിരീക്ഷണത്തിൽ അഗ്രഗണ്യരായിരുന്നു ബാബിലോണിയർ. അവരെല്ലാം സോഡിയാക്കുകളെ കണ്ടുപിടിച്ചു, രാശിചക്രങ്ങളെ കണ്ടുപിടിച്ചു, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് ദാനിയേൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ദാനിയേൽ പറഞ്ഞത്? ദാനിയേലിന്റെ പ്രവചനം ഇവിടെ ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ സാമ്രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞല്ലേ. അതിൻ്റെ സമയമായി എന്നവർക്ക് മനസ്സിലായി. അതിൻ്റെ തെളിവുകൾ തേടി അവർ വന്നു. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു? ദാനിയേലിൻ്റെ പൈതൃകം നമുക്കവിടെ കാണാൻ സാധിക്കും. ദാനിയേൽ അവശേഷിപ്പിച്ചു പോയ പൈതൃകം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു? എങ്ങനെയാണ് സാധിക്കുക? ഇങ്ങനെ നിന്നുകൊണ്ടാണ് സാധിക്കുക എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ മുഴുവൻ പ്രതിമകളും പ്രതിരൂപങ്ങളും ഒക്കെയാണ്. എന്നാൽ നമ്മൾ നമുക്കായി ഉണ്ടാക്കിയെടുക്കുന്ന പ്രതിമകളല്ല, നാം നേടിയെടുക്കുന്ന പ്രതിരൂപങ്ങളല്ല, ദൈവം നമുക്ക് നൽകുന്ന സ്വരൂപങ്ങളാണ് നമ്മുടെ ആസ്തിക്യത്തെ തെളിയിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ആസ്തിക്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരൂപം വഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾ നിൽക്കുന്നതുകൊണ്ട്, ദൈവം തൻ്റെ സ്വരൂപം നമ്മിൽ മുദ്രണം ചെയ്തുകൊണ്ടാണ് നമുക്ക് മൂല്യമുള്ളത്. ദൈവത്തിൻ്റെ കരം നമ്മെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിലയുള്ളത്. അല്ലാതെ ഞാൻ 100 അടി ഉയരമുള്ള സ്വർണത്തിൻ്റെ തങ്കത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചാലും അവിടെയൊന്നും എൻ്റെ ഇമേജ് ഉണ്ടാവുകയില്ല. അതൊക്കെ ആകാശത്ത് നിന്ന് എവിടെയും തൊടാതെ വരുന്ന കല്ല് തകർത്ത് കളയുന്ന പോലെ തകർത്ത് കളയും, തരിപ്പണമാകും എന്നതിന് സംശയമില്ല. അപ്പോൾ അതാണ് ദാനിയേലിൻ്റെ പൈതൃകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഏത് ആൾക്കും ഏറ്റവും പഠിക്കേണ്ട, അനുകരിക്കേണ്ട ഒരു ജീവിത മാതൃകയാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറുപ്പക്കാർക്ക് മാത്രമല്ല കേട്ടോ. കാരണം ദാനിയേൽ സിംഹക്കുടിയിലിട്ടപ്പോൾ പ്രായം എത്രയാണെന്നറിയാമോ? ദാനിയേലിന് സിംഹക്കുടിയിലിടുമ്പോൾ നമ്മൾ കാണുന്ന പ്രായം ചെറുപ്പക്കാരനാണ് ദാനിയേൽ എന്നാണ്. ദാനിയേലിന് ചുരുങ്ങിയത് 65 വയസ്സുണ്ടായിരുന്നു സിംഹക്കുടി കിടക്കുമ്പോൾ, അറിയാമോ? ചുരുങ്ങിയത് 65 വയസ്സുണ്ടായിരുന്നു. ദാനിയേൽ ചെറുപ്പക്കാരനായിരുന്നില്ല. ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലാണ് സിംഹക്കുഴി കിടക്കുന്നത്. ദാനിയേൽ മരിക്കുമ്പോൾ 85-86 വയസ്സുണ്ടായിരുന്നു. ജീവപര്യന്തം വിശ്വസ്തനായ മനുഷ്യനാണ്. ചെറുപ്പക്കാർക്ക് മാത്രമല്ല, പ്രായമുള്ളവർക്കും. 85 വയസ്സിൽ പ്രായമുള്ള എത്ര പേരോട് ഇരിപ്പുണ്ട്? ജീവപര്യന്തം വിശ്വസ്തനായിരുന്ന ഒരു മനുഷ്യൻ്റെ കഥ കൂടിയാണത്. അപ്പോൾ ഏത് പ്രായമാകട്ടെ, ഏത് സംസ്കാരമായിക്കോട്ടെ, ഏത് വിദ്യാഭ്യാസ നിലവാരമായിക്കോട്ടെ, അതൊന്നുമല്ല പ്രശ്നം. നാം ഈ കാര്യങ്ങളെ കാണുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അതേപോലെ തന്നെ ദൈവകരത്തിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ദൈവവചനം ശ്രദ്ധയോടെ പഠിക്കുന്നതിൽ നാം എത്ര താല്പര്യമുള്ള ആളുകളാണ് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെയും പ്രാർത്ഥനയുടെയും ആവശ്യകത അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ വളരെ അതിശയകരമായ ജീവിതം നയിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കൂട്ടം ആളുകൾ തെറ്റിപ്പോകുമ്പോൾ ദൈവത്തിന് വേണ്ടി മനസ്സോടെ നിൽക്കുവാൻ തീരുമാനമെടുത്ത ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടത്. ചരിത്രത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, പൂർവ്വചരിത്രത്തിൽ ഭാവിയിലേക്കുള്ള എത്തിനോട്ടം, എല്ലാ മേഖലകളിലും നമ്മൾ കേട്ടതുപോലെ ഏത് പ്രായക്കാർക്കും ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ദാനിയേലിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഈ ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ പഠനം നമ്മുടെ ജീവിതത്തിലും വലിയ പ്രോത്സാഹനവും നമ്മുടെ ജീവിതം പ്രയോജനകരമായി തീരുവാനായിട്ടുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനും, നമ്മൾ ഓർക്കുകയും നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവതി യുവാക്കന്മാർ, നമ്മൾ പ്രായമായവർ, അവർ എവിടെ ചെന്നാലും, ഏത് സ്ഥലത്ത് ചെന്നാലും, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ദൈവത്തിന് പ്രയോജനം വരുത്തുന്നവരും അവരിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികളെ ലോകത്തിന് തുറന്നു കാട്ടുന്നവരുമായിട്ടിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഇന്നത്തെ ഈ വചന കേൾവി നമുക്ക് ഇടയാകട്ടെ.